ഹലോ വ്യൂവേഴ്സ്, ബ്ലഡ് ടോക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് ബൾട്ടി, നമ്മുടെ ഷൈൻ നിഗം നായകനാകുന്ന മൾട്ടി ലാംഗ്വേജ് മൂവിയാണ്. അതായത് തമിഴ് മലയാളം രണ്ട് ലാംഗ്വേജിൽ ഇറക്കുന്നുണ്ട് മൂവി. അപ്പം അതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പം റിലീസ് ആയിട്ടുണ്ട്. ഈ പടം ഡയറക്റ്റ് ചെയ്യുന്നത് ഉണ്ണി ശിവലിംഗമാണ്. അതുപോലെ തന്നെ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നതും ഉണ്ണി ശിവലിംഗമാണ്. സന്തോഷ് ടി കുരുവിള, അതുപോലെ ബിനു ജോർജ്, അലക്സാണ്ടർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സിനിമയിൽ മെയിനായിട്ട് അഭിനയിക്കുന്ന ഷൈൻ നിഗം, ശാന്തനു ഭാഗ്യരാജ്, പ്രീതി അസ്രാനി, അതുപോലെ അൽഫോൺസ് പുത്രൻ എന്നിവരാണ്. അതുപോലെ ഇത് സിനിമ എഡിറ്റ് ചെയ്യുന്നത് ശിവകുമാർ വി പണിക്കറാണ്. സിനിമോട്ടോഗ്രാഫി അലക്സ് ജെ പുള്ളിക്കൽ. പിന്നെ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ സായി അഭയശങ്കറാണ്. അതുപോലെ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എജിഎസ് എന്റർടൈൻമെന്റ് ആണ്. റിലീസ് വരുന്നത് 26 സെപ്റ്റംബറിനാണ്. അപ്പം ഈ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. തമിഴ് മലയാളം ലാംഗ്വേജിലാണ് ഈ സിനിമ മെയിനായിട്ടും എടുക്കുന്നത്. ഒരു കബഡി ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇവർ ചെയ്യുന്നത്. ഷൈൻ നിഗത്തിന്റെ സിനിമ വന്നിട്ട് കുറെ നാളായി. ഷൈൻ നിഗത്തിന്റെ ലാസ്റ്റ് വന്ന റീസെന്റ് സിനിമകളൊക്കെ വൻ പരാജയങ്ങളായിരുന്നു. അപ്പോൾ ബൾട്ടിയിലൂടെ ഷൈൻ നിഗം തിരിച്ച് വരുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ബൾട്ടിയുടെ ട്രെയിലർ, ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ട്രെയിലർ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം. ഈ ബോർഡറിൽ വേലമ്പാളയം പിള്ളേരെന്ന് പറഞ്ഞ പോക്കിരികളാണ്. അതിലും 4 എണ്ണം. കബഡിയാണല്ലോ. ഒരുത്തൻ സ്കോർപ്പിയൻ കിക്ക്, ഇനി ഒരുത്തൻ ഡാഷ്, ഇനി അവസാനം അവനാണ് ബൾട്ടി. ഷൈൻ നിഗത്തിന്റെ 25ാമത്തെ മൂവിയാണ് കേട്ടോ. എന്നൊക്കെ എങ്ങനെ പൂട്ടണമെന്ന് എനിക്കറിയാം. കോർട്ടിൽ എന്നെ കണ്ടപ്പോ എന്തിനാ പതറിയത്? പെട്ടെന്ന് നോക്കിയപ്പോ കണ്ടു, തന്നെ നോയിക്കൊണ്ടിരുന്നപ്പോ കൈ നോയി. കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. നിങ്ങൾ 4 പേരും എൻ്റെ കൂടെ നിൽക്കാം. സോഡാ ബാബു ആണോ? സോഡാ ബാബു ആലോചിച്ച് തീരുമാനിക്കാം. പിള്ളേരെ, ഇതിനു മുമ്പ് പല കോളിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും. ഇത് ബാബുവിന്റെ കോർട്ടാണ്. അൽഫോൺസ് പുത്രൻ. മനസ്സാച്ചില്ലേടാ പഞ്ചം, നീ കോർട്ടുക്ക് ഉള്ളാട വേണ്ടിയൊന്നുമില്ല, വെളിയാട വേണ്ടിയൊന്നുമില്ല. പൊളിക്കണോ തെറിക്കണോ? പൊളിച്ചിട്ട് തെറിക്കാം. നിങ്ങളുടെ ശക്തി ഇവളാണ് അതിനകത്തെ വില്ലത്തി. ഈ തെരുവട്ടികളുണ്ടല്ല, ആര് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്താലും കഴിക്കും. തെരുവട്ടി കഴിച്ചാലേ താങ്ങില്ല. ഞാൻ കാരണം നിന്റെ കൊട്ടേഷൻ പഠിക്കും ഒരു പ്രശ്നവും വരില്ല. നീങ്ങളിലും ഞാനും രമേശും പോകും. പോവില്ല. നിങ്ങളുടെ ടീമിൽ ഒരാൾക്ക് ഇതെല്ലാം അറിയാം. അവൻ കാരണമാണ് നിങ്ങളെല്ലാം ചാവാൻ പോണം. മക്കളെ, ഇത് മാറ്റല്ല, പുറംപൊളി. സെപ്റ്റംബർ 26 റിലീസ്. കബഡി 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 ബൾട്ടി. അപ്പം കുഴപ്പമില്ല, ട്രെയിലർ കണ്ടിട്ട് വലിയ സംഭവം തോന്നുന്നില്ല. എന്നാൽ കബഡി ബേസ് ചെയ്തിട്ടൊരു സിനിമ ആണെന്ന് മനസ്സിലായി. പിന്നെ കുറച്ച് ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തം ഒരു ആക്ഷൻ അഡ്വഞ്ചർ സിനിമ ആണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഷൈൻ നിഗത്തിന്റെ വലിയൊരു തിരിച്ചുവരവായിരിക്കുമെന്ന് വിചാരിക്കാം. കാരണം ലാസ്റ്റ് റീസെന്റ് ഇറങ്ങിയ പടങ്ങളൊക്കെ വലിയ കാര്യമായി ശ്രദ്ധിക്കപ്പെടാത്ത സിനിമകളൊക്കെ ആയിരുന്നു. അതുകൂടെ എല്ലാ വിവാദവും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഷൈൻ നിഗം കുറച്ച് ഗ്യാപ്പിലായിരുന്നു. കുറച്ച് നാളായിട്ട് നല്ല സിനിമകളൊന്നും കിട്ടുന്നുമില്ലായിരുന്നു. എന്തായാലും ഈ ബൾട്ടിയിലൂടെ നല്ലൊരു സിനിമ പിന്നെ പ്രതീക്ഷിക്കാം നമുക്ക്. മൊത്തം ഒരു ആക്ഷൻ പാക്ക് ഓറിയന്റഡ് സിനിമയാണെന്ന് തോന്നുന്നു. കബഡി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമയാണെന്ന് തോന്നുന്നു. തമിഴ് മലയാളത്തിലാണ് സംഭവം റിലീസ് ആവുന്നത്. സെപ്റ്റംബർ 26 റിലീസ് വരുന്നത്. ഈ പറയുന്ന പോലെ ഷൈൻ നിഗമൊക്കെയാണ് മെയിനായിട്ട് ഉള്ള റോള് ചെയ്യുന്നത്. അൽഫോൺസ് പുത്രനുണ്ട് കേട്ടോ. വില്ലനായിട്ടാണോ എന്ന് എനിക്കറിയില്ല, ഇതിനകത്ത് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. അൽഫോൺസ് പുത്രൻ അത്യാവശ്യം നല്ലൊരു റോള് ഇതിൽ ചെയ്യുന്നുണ്ട്.
എന്തായാലും നമുക്ക് ഷെയ്ൻ നിഗത്തിന്റെ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ. ആ ഷെയ്ൻ നിഗം ഒരു ടൈപ്പ് ചെയ്ത ക്യാരക്ടറായി പോയി ഒരിടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വിഷാദ കാമുകൻ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വരുന്നതേ ഉള്ളൂ. ലാസ്റ്റ് വന്ന കുറച്ച് സിനിമകളൊക്കെ അങ്ങനെ പോലീസ് വേഷം ചെയ്തും പിന്നെ അതുപോലെ തന്നെ ഹൊറർ സിനിമയൊക്കെ അഭിനയിച്ച് കുറച്ച് മാറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ ഇതിലൂടെ വരുമ്പോൾ ഒരു ആക്ഷൻ പരിവേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും പടം നന്നായിട്ട് പോകുമെന്ന് വിചാരിക്കാം. ബൾട്ടി ആ സമയത്ത് ഇറങ്ങുന്ന സമയത്ത് വേറെ വലിയ സിനിമകളൊന്നും റിലീസിന് വരുന്നില്ല. അപ്പം നല്ല സിനിമയാണെങ്കിൽ, നല്ല ഇൻട്രസ്റ്റിംഗ് സിനിമയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പടത്തിന് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഷെയ്ൻ നിഗത്തിന് ഇത് അത്യാവശ്യമാണ് കേട്ടോ. ഹിറ്റ് ആകേണ്ടതെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. കാരണം കുറേ ഒരു ഹിറ്റ് വന്നിട്ട് അപ്പം പുള്ളിയുടെ അപ്രതാപകാലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഹിറ്റായേ തീരൂ. കാരണം ഇത് ഹിറ്റായില്ലെങ്കിൽ ഷെയ്ൻ നിഗത്തിന്റെ അവസ്ഥ വളരെ ശോചനീയമാവും. കാരണം കുറേ സിനിമകളിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, സിനിമകൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊക്കെ ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടൊരു പിന്നെ സ്റ്റാറിന്റെ സ്റ്റാർഡം ഡൗൺ ആവുക ചെയ്യുന്നത്. ഒരു ടൈമിൽ വളരെ പീക്കിൽ നിന്നൊരു മനുഷ്യനാട്ടോ ഷെയ്ൻ നിഗം. ഒരുപാട് ഫാൻസൊക്കെ ഉള്ള ആളായിരുന്നു. അതിനുശേഷം കുറച്ച് വിവാദങ്ങളും അതുപോലെ പടത്തിന്റെ സെലക്ഷനൊക്കെ ഉള്ള മോശം സെലക്ഷനും അങ്ങനെയൊക്കെ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ഈ ബൾട്ടിയിലൂടെ പുള്ളിയുടെ ആ പഴയ സ്റ്റാർഡം ഷെയ്ൻ നിഗം തിരിച്ചു പിടിക്കും എന്ന് നമുക്ക് നോക്കാം. എപ്പോഴും ഒരു പർട്ടിക്കുലർ ആരാധകരുണ്ട് കേട്ടോ. ഇപ്പോഴും അതെ, ഷെയ്ൻ നിഗത്തിന്റെ ആക്ടിങ്ങിനോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് യൂത്തിനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. എന്തായാലും നമുക്ക് ഈ പറയുന്ന പോലെ ബൾട്ടി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.